ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു ബീഫ് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് നല്ല വൈറ്റ് കളറിൽ ഇരിക്കുന്നത്. പകരം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് 5-6 വിസിൽ വരുന്നിടം വരെ നന്നായിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. വെള്ളം ഒഴിക്കാതെ തന്നെ വേവിച്ചെടുത്താൽ മതിയാകും. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 3 സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. ഇവിടെ എരിവിനായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയും പച്ചമുളകുമാണ്. അതും ഞാൻ 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് വഴറ്റിക്കെട്ടാൻ വെക്കണം. ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കസ്കസ് മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാഷ്യൂ നട്ടൊന്നും ഇട്ട് കൊടുക്കാതാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. ഇനി അതിലേക്ക് നന്നായിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന നേരത്തെ നമ്മൾ വഴറ്റിയ സവാളയുടെയും ആ പച്ചമുളകിൻ്റെയൊക്കെ ഒരു മിക്സ് ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ തേങ്ങയും കസ്കസും സവാളയും കൂടെ നമ്മൾ അരച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം പെരിഞ്ജീരകവും കുരുമുളകും കൂടെ പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പച്ചമണം മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ബീഫ് വെന്ത വെള്ളം ആണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സാദാ വെള്ളമാണെങ്കിലും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ആ എണ്ണയിൽ കിടന്ന് ഈ അരപ്പിൻ്റെ ആ പച്ച രുചിയൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ബീഫിൻ്റെ വേവ് അനുസരിച്ച് 5, 6, 7 ഒക്കെ നമ്മൾ വെന്തോന്ന് അറിഞ്ഞതിന് ശേഷം നന്നായിട്ട് കുക്കറിൽ അടിച്ചെടുക്കണം. ഇനി നന്നായിട്ട് ഈ ബീഫും ആ അരപ്പിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇത് ചേർക്കരുത്. ചേർത്താൽ കറക്റ്റായിട്ടുള്ള ആ വൈറ്റ് കളറ് കിട്ടത്തില്ല. അതിന് പകരമാണ് എരിവിന് നമ്മൾ കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർത്തിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി വെള്ളമോ അല്ലെങ്കിൽ ബീഫ് വെന്ത വെള്ളവും ഇതിലേക്ക് ചാറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കണം. അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചാറ് കുറുക്കിയും നീട്ടിയൊക്കെ എടുക്കാം. ഞാൻ ഒരുപാട് നീട്ടിയെടുക്കുന്നില്ല. ഞാനിപ്പം ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പോളം വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ആ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇരിക്കും തോറും കുറുകി വരും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. തീരെ വെള്ളം ചേർക്കാതിരുന്ന പെട്ടെന്ന് തന്നെ ഇരുന്ന് കുറുകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1 കപ്പോളം വെള്ളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് എരിവൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എനിക്ക് എരിവ് കുറവ് തോന്നിയുണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂണോളം ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ചെറിയൊരു എരിവ് മതിയാകും. അതുകൊണ്ട്
കുരുമുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് തന്നെ തീ ഓഫ് ചെയ്യണം. ഒരുപാടിട്ട് തിളപ്പിക്കണ്ട, തേങ്ങ അരച്ച കറിയായതുകൊണ്ട് തന്നെ. അതിനുശേഷം മല്ലിയില ഇട്ട് നമുക്ക് കൊടുക്കാം. മല്ലിയിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നെങ്കിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തിള വരുമ്പോഴേക്കും അടുപ്പ് നിർത്തിയേക്കുക. വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോ ഇടിയപ്പോ പത്തിരിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താണേലും ടേസ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്കിനിയും കാണാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും.